ഇതാണ് ഒടിയൻ ഗ്രാമം. മനുഷ്യനെ ഭയപ്പെടുത്തുവാനും നിഗ്രഹിക്കുവാനും കഴിവുള്ള ഒടിവിദ്യ ഈ ഗ്രാമത്തിലാണ് ഒടിവിദ്യ പഠിപ്പിക്കുന്നത്. ഒടിവിദ്യ അറിയാവുന്നത് തങ്കു എന്ന തങ്കു ആശാനു മാത്രം. ഒടിവിദ്യ ആരെയും പെട്ടെന്ന് പഠിപ്പിക്കില്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തവർക്കും അപകടകാരികൾക്കും ഈ വിദ്യ കൈമാറില്ല. ഇവനാണ് വേലു. ഒടിവിദ്യ അഭ്യസിക്കാൻ നടക്കുന്ന, എങ്ങനെയും അത് പഠിക്കാൻ നടക്കുന്ന വേലു. എന്നാൽ കള്ളു കുടിച്ച് നാട്ടുകാർക്ക് തലവേദനയായ ഇവനെ ഒടിവിദ്യ ആരും പഠിപ്പിക്കുന്നില്ല. തങ്കു ആശാന്റെ അടുത്ത് ഒരിക്കൽ കൂടി ചെല്ലാം. കാല് പിടിക്കാം. ഒടി പഠിപ്പിച്ചാലോ? നിന്റെ അച്ഛനോട് എന്നെ ഒടിവിദ്യ പഠിപ്പിച്ചു തരാൻ പറയണം. എന്തു വേണമെങ്കിലും തരാം. എളുപ്പമല്ല അത്, പക്ഷേ ഞാൻ ചോദിക്കാം. എടാ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിന്നെ ഒടിവിദ്യ പഠിപ്പിക്കില്ലെന്ന്. വേഗം ഇവിടുന്ന് പോയിക്കോ. ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. മന്ത്രം ഒളിച്ചിരുന്ന് പഠിക്കുക. ഒടുവിൽ ഒളിച്ചിരുന്ന് അവൻ മന്ത്രം പഠിച്ചെടുത്തു. വലത് ചെവിക്ക് പുറകിൽ മരുന്ന് പുരട്ടുക. വലത് കൈകൊണ്ട് വലത് ചെവിയിൽ പിടിച്ച് മന്ത്രം ചൊല്ലുക. വിചാരിക്കുന്ന മൃഗമാകാൻ സാധിക്കും. ഞാനൊരു നായായി മാറട്ടെ. ഇനി തിരിച്ച് മനുഷ്യരൂപത്തിലേക്കാവാൻ മന്ത്രം തിരിച്ചു ചൊല്ലണം. ഓം ഫട്ട് 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 ക്ലിം ക്ലിം. ഇത് കലക്കി. ഇന്ന് മുതൽ കളി തുടങ്ങാം. അറിഞ്ഞോ, തെക്കേ ഇല്ലത്തെ സാവിത്രി അന്തർജനം കൊല്ലപ്പെട്ടു ഇന്നലെ രാത്രി. അവർക്ക് വിശേഷമുണ്ടായിരുന്നു. ഏതോ ഒടിയൻ ചെയ്തു എന്നാണ് കേൾവി. ഒടിയന് രൂപം മാറുന്ന മരുന്നുണ്ടാക്കുന്നത് മറുപിള്ളയിൽ നിന്നാണത്രേ. ഇനി മുതൽ എല്ലാവരും രാത്രി സഞ്ചാരം വേണ്ടെന്ന് വയ്ക്കൂ. അതാ നിങ്ങൾക്ക് നല്ലത്. അത് പറയാൻ നിങ്ങൾ ആരാ? ഞാനാണ് ഒടിയൻ. എന്നെ ഒടിവിദ്യ നിങ്ങൾ പഠിപ്പിച്ചില്ല. വേണ്ട, ഞാനത് സ്വയം പഠിച്ചു. ഇനി ഞാൻ ഈ നാട് നശിപ്പിക്കും. ആ നായ ഇതിലെയാണ് ഓടിയത്. നിന്ന നിപ്പിൽ അതിനെ കാണാതെയാവും. സൂക്ഷിക്കൂ. ഇന്നലെ കാട്ടുപന്നിയായിരുന്നു, ഇന്ന് പേപ്പട്ടി. 15ഓളം പേരെ പട്ടി കടിച്ചു. നമ്മുടെ നാടിന് ഇതെന്തു പറ്റി? വാട്ട് ഹാപ്പൻ ടു അവർ ലാൻഡ്? ഇന്ന് പട്ടിയെയും പൂച്ചയെയും മാറ്റാം. കൂറ്റൻ പോത്താവാം. കാവിലെ ഉത്സവം കുളമാക്കാം. ഞാനൊരു പോത്തായി മാറട്ടെ. മഴ പെയ്യും, മാനം തെളിയും. മാനം തെളിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ എന്തിനാണ്? പാട്ടും പാടി സൈക്കിൾ ചവിട്ടി വരുന്നു, മനസ്സിനു സന്തോഷം നൽകാൻ. അയ്യോ, പോത്ത് രക്ഷിക്കണേ, ഓടി വരണേ. അയ്യോ, പോത്ത് രക്ഷിക്കണേ, ഓടി വരണേ. ഓടിക്കോ, കാട്ടുപോത്ത് ഇറങ്ങി, വേഗം രക്ഷപ്പെടൂ. അയ്യോ ദൈവമേ, ഓടിക്കോ, വേഗം ഓട്. കാട്ടുപോത്ത് അവിടെയുണ്ട്. എല്ലാരും ഓടിക്കോ, വേഗം ഓടിക്കോ. കാട്ടുപോത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആരും പുറത്തിറങ്ങരുത്. പോത്തിന്റെ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. എല്ലാവരും വേഗം രക്ഷപ്പെടൂ.
ആക്രമണകാരിയായ പോത്തിനെ വെടിവയ്ക്കാൻ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു. എല്ലാവരും ജാഗ്രത പാലിക്കുക. ഇനി രൂപം മാറാം. ആളുകൾ ഭയന്നിട്ടുണ്ട്. ബാക്കി നാളെ മതി. ഓം ക്രീം ക്ലീം ക്ലീം. അയ്യോ, രൂപം മാറാൻ പറ്റുന്നില്ല ദൈവമേ. മന്ത്രം മറന്നു. ഇനി എന്തു ചെയ്യും ദൈവമേ? ഓടി രക്ഷപ്പെടാം. പോലീസ് പുറകെയുണ്ട്. ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല. ആശാന്റെ അടുത്ത് ചെല്ലാം. ആശാൻ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റിയാലോ? ആശാനെ, ഇത് ഞാനാണ്. ആശാന്റെ ഒടുവിദ്യ ഞാൻ ഒളിച്ചിരുന്ന് പഠിച്ചതാണ്. ഇപ്പൊ ഞാൻ കുഴപ്പത്തിലായി. ആഹാ, നീ എന്താണ് ഈ പറയുന്നത്? എന്താ സംഭവിച്ചത്? തിരികെ മനുഷ്യനാവാനുള്ള മന്ത്രം ഞാൻ മറന്നുപോയി. എന്നെ സഹായിക്കൂ. ഇല്ല, എനിക്ക് നിന്നെ സഹായിക്കാനാവില്ല. ആ മന്ത്രം നീ മനസ്സിലിട്ട് ഉരുക്കഴിച്ച് ശക്തി പ്രാപിക്കണമായിരുന്നു. നീ ഇവിടുന്ന് വേഗം പോ, അല്ലെങ്കിൽ എനിക്കും ആപത്താണ്. ആശാനെ, ആശാനോ, ഞാനെങ്ങനെ നിന്റെ ആശാനാകുന്നത്? നീ വേഗം പോ. ആൾക്കൂട്ടം ഇങ്ങോട്ടാണ് വരുന്നത്. നിനക്കധികം നേരം ഈ രൂപത്തിൽ കഴിയാനാവില്ല. നേരത്തോട് നേരമാകുമ്പോൾ പോത്തിന്റെ മുഖം മാറി നിന്റെ മുഖമാകും. അങ്ങനെ പോത്തിന്റെ ഉടലും നിന്റെ മുഖവുമായി നീ ജീവിക്കേണ്ടി വരും. ആശാനെ, പോലീസ് തോക്കുമായിട്ട് എൻ്റെ പുറകെയുണ്ട്. നീ വേഗം പോ. പകുതി മനുഷ്യരൂപവും പകുതി പോത്തുമായ ആ രൂപം ദൂരെ കാട്ടിൽ ഓടിമറന്നു. പിന്നെ ഒരിക്കലും ആരും ആ രൂപത്തിനെ കണ്ടിട്ടില്ല.